രാഹുൽ പ്രാപിച്ച 60-കാരി നിന്റെ അമ്മയോ? 60 വയസ്സ് വരെയുള്ള സ്ത്രീകളെ ശല്യപ്പെടുത്തിയിരുന്നു എന്ന് പോലീസ് എഫ്ഐആറിൽ പരാതിക്കാർ ആരുമില്ലെങ്കിലും രേഖപ്പെടുത്തുവാൻ കാരണം രാഹുൽ അത്തരക്കാരനാണ് എന്ന് സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടി മാത്രമാണ്. ഇന്ന് അത് പല ചാനലുകളും ഏറ്റുപാടുന്നത് കണ്ടു. ജനങ്ങൾ ഈ ആരോപണം നടത്തുന്നവരോട് ചോദിക്കുന്നത് നിന്റെയൊക്കെ അമ്മയെ രാഹുൽ പീഡിപ്പിച്ചോ എന്നാണ്. നിന്റെയൊക്കെ അപ്പനെ കൊള്ളാഞ്ഞിട്ടല്ലേ അപ്രകാരം സംഭവിച്ചത് എന്നും. ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് ജനങ്ങളുടെ പ്രതികരണം തുടരുന്നു. ഞാൻ ശ്രീമുലാരത്തുനിന്ന് വിളിക്കുന്നത്. രാഹുലിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. എനിക്കൊക്കെ ഉണ്ട് ആമക്കള്. അപ്പൊ നമ്മുടെ മക്കളെയും ഇതുപോലെയൊക്കെ തന്നെയല്ലേ പെണ്ണുങ്ങൾ പറഞ്ഞുണ്ടാക്കാൻ പോണത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഈ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ ഒരിക്കലും സമ്മതിക്കരുത്. ഇവള് സിനിമാ നടിയാണെന്നും പറഞ്ഞാണ് ഇറങ്ങിയേക്കണത്. ഈ സിനിമാ നടി എന്ന് പറഞ്ഞ് ഇറങ്ങിയേക്കണ ഇവള് സതീശന്റെ കൂടെ നിന്ന് കേക്ക് മുറിക്കലും തിന്നുകയും കുഴയും ചെയ്യണ്ടല്ല. അതുപോലെ എല്ലാ രാഷ്ട്രീയക്കാരെയും അങ്ങനെ ഉപയോഗിക്കാനും നമുക്ക് കിട്ടാഞ്ഞിട്ടായിരിക്കുള്ളൂ ചിലപ്പോ. അതുകൊണ്ടല്ലേ അവൾ അങ്ങനെ സംസാരിച്ചേക്കണത്. അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനെ 10-35 വയസ്സുള്ള ചെറുപ്പക്കാരനെ എന്തിനും നശിപ്പിക്കണം. അവൻ എത്രയോ ഭാവിയുള്ള ഒരു പയ്യനാണ്. ആ കോൺഗ്രസിൽ നന്നായിട്ട് സംസാരിക്കാനും എന്ത് കാര്യത്തിനും പ്രതികരണ ശേഷിയുള്ള ഒരു പയ്യനാ. അപ്പൊ ഷാഫിനെയും രാഹുലിനെയും നശിപ്പിച്ച് കളയണമെന്ന് മനഃപൂർവ്വം അവൻ വിചാരിച്ചിട്ട് ചെയ്യണ കാര്യമാണത്. മനഃപൂർവ്വം. ഇതിന്റെ പിന്നിൽ സതീശൻ തന്നെയാണ്. സതീശൻ അവളും കൂടി കേക്ക് മുറിക്കാനുണ്ട. സതീശനാണ് അവളെ ഇറക്കിയേക്കണത്, അല്ലാണ്ട് വേറെ ആരുമല്ല. സതീശനെ തെരഞ്ഞെടുത്തിട്ട് എന്തിനാ? സതീശൻ വല്ലതും ഉണ്ടോ? പിണറായി എന്ത് പറയണ അതിന്റെ അപ്പുറത്തോട്ട് സതീശൻ പോകൂല. സതീശനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിണറായി ചിലപ്പോൾ ഇനി എതിർപക്ഷത്ത് വരുമായിരിക്കും. ഇനി ജയിച്ചു വന്നാലും പിണറായി പറയണ പോലെ കാര്യങ്ങൾ നടത്തുള്ളൂ സതീശനെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നതാണ്. കാരണം അയാള് ശരിക്കും പിണറായിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരാളാണെന്ന് നമുക്ക് ആ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാകും. കാര്യം ഞാനൊക്കെ അധികം വിദ്യാഭ്യാസമില്ലാത്ത സ്ത്രീയാ. പക്ഷെ നമുക്ക് പോലും അതെന്താണെന്ന് മനസ്സിലാവണുണ്ട്. അയാള് ശരിക്കും ഈ കേരളത്തിനും പിണറായിനെ കൊണ്ട് നശിപ്പിക്കണേണ്. അവര് രണ്ടുപേരും കൂടിയാ. എതിർപക്ഷവും ഇതിൽ ഭരണത്തിലിരിക്കുന്ന ആൾക്കാരും അല്ലാത്ത ആൾക്കാരും കൂടി ചെയ്യണ പരിപാടിയാണിത്. പിണറായി ഒറ്റക്കല്ല ഇത് നശിപ്പിക്കണത്. അത് നമുക്ക് ഇയാളുടെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാവണുണ്ട്. അല്ലെങ്കിൽ അയാൾ വീണ്ടും വീണ്ടും ഇങ്ങനെ പിണറായിനെ സപ്പോർട്ട് ചെയ്യൂലല്ല. ഇപ്പൊ പിണറായിക്ക് എതിരായിട്ട് രാഹുൽ സംസാരിക്കണേനാണ് ഇയാൾ രാഹുലിനെ അവിടെ. ഇപ്പൊ അയാൾ പറയണ എന്താണ്? രാഹുലിന്റെ കാര്യമേ ഞാൻ ഇനി സംസാരിക്കണില്ല എന്ന്. എന്താ സംസാരിക്കാത്തത്? ഇയാള് പ്രതിപക്ഷ നേതാവല്ലേ? ഇയാൾക്ക് സംസാരിക്കാനുള്ള വോയിസ് ഇല്ലേ? എന്താ ഇയാള് സംസാരിക്കാത്ത? അപ്പൊ അയാൾ മനഃപൂർവ്വം രാഹുലിനെ പറ്റിയുള്ള കാര്യങ്ങളിൽ ഒഴിഞ്ഞു മാറുന്നതാണ്. ഞാൻ റാന്നിന്ന് മാത്തുക്കുട്ടി. സാറിന്റെ ആ ചാനലിലെ എല്ലാ പ്രോഗ്രാമും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. അഭിനന്ദനങ്ങളെ അർപ്പിക്കുന്നു. ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മളെ രാഹുലിനെയൊക്കെ നമ്മൾ വീണ്ടും നല്ല നിലയിലേക്ക് എത്തിക്കാനായിട്ട് സാറിന്റെ ആ ചാനൽ വളരെ ഉപകരിക്കും. അതുപോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ സാറിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാറ് അതിനുവേണ്ടി എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കണം. ഇവരെയൊക്കെ നമ്മൾ ഈ സതീശനെയും ചെന്നിത്തലയും ഒക്കെ തെറിപ്പിക്കണം. ഇവരെ ഈ കോൺഗ്രസിൽ ആക്കരുത്. ഒരു കാരണവശാലും അവരെ നിയമസഭയിൽ പോകാൻ ഒരു ഇടയാകരുത്. അതിനുവേണ്ടി ഞങ്ങളൊക്കെ ചെയ്യാവുന്നതിന് മാക്സിമം ചെയ്യും, പ്രാർത്ഥിക്കും. അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. സാറിന്റെ ഈ ഉദ്യമം വളരെ നല്ല കാര്യമാണ്. വേറെ ആരും ചെയ്യാത്തൊരു കാര്യമാണ് ചെയ്യുന്നത്. സാറിന്റെ എല്ലാവിധ ആശംസകളും നേടിയാണ്. അതിനുവേണ്ട എല്ലാ ഒത്താശകളും സാറ് ചെയ്യണം. അതുകൊണ്ട് സാറിന്റെ സമയം കളയുന്നില്ല. എത്രയും വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തോണേ. ഞങ്ങളെ പിന്തുണ, ഞങ്ങളുടെ 100% പിന്തുണയുണ്ട്. എൻ്റെ റോയി, ഞാൻ ഇവിടെ എറണാകുളം ജില്ലയിൽ തുറന്നു നൽകാൻ. എനിക്ക് വയസ്സ് 60ആയി. ഇതിപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇവിടുത്തെ കേന്ദ്രത്തിൽ വിളിച്ച് രാഹുൽ ഗാന്ധിയെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ ധരിപ്പിക്കാൻ വേണ്ടി സാധിക്കുമോ നമ്മളെ കണ്ട്? അങ്ങനെ വല്ലതും ധരിപ്പിച്ചെങ്കിലേ ഈ KC വേണുഗോപാലിനെ, രമേശ് ചെന്നിത്തലനെയും DD സതീശനെ ഒതുക്കാൻ പറ്റുള്ളൂ. ഇവരെ ഒതുക്കിയെങ്കിലേ കേരളത്തെ കോൺഗ്രസ് രക്ഷപ്പെടുകയുള്ളൂ. കേരളത്തിൽ കോൺഗ്രസ് ഇഷ്ടം പോലെ പിള്ളേരുണ്ട്. കോൺഗ്രസ് ആണെന്ന് പറയാൻ നാണയില്ലാണ്ട് വന്നത് രാഹുൽ മാങ്കൂട്ടം ഈ നിയമസഭയിൽ വന്നേപ്പില്ല. ഇതൊന്ന് വിളിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ അന്ന് നിങ്ങൾ ചാനൽ ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം വന്നപ്പോൾ ഞാൻ വിളിക്കണം ശ്രമിക്കണം. കിട്ടണില്ലായിരുന്നു. ചെറുപ്പം മുതലേ കോൺഗ്രസ്സുകാരനായിരുന്നു ഞാൻ. പക്ഷേ പുറത്ത് മിണ്ടൂല കോൺഗ്രസ്സാണ്. കോൺഗ്രസ് എന്ന് പറയാൻ നാണാവും. കാരണം കോൺഗ്രസിലുള്ളവരൊക്കെ വന്നാൽ വിവരമുള്ളവരും വിദ്യാഭ്യാസം ഉള്ളവരുമാണ്. ഇവരിലേക്ക് തോന്നിവാസത്തിന് കൂട്ടുനിൽക്കാൻ സാധിക്കില്ല. അതൊന്നും ആരും പുറത്ത് മിണ്ടൂല. അതാണ് സംഭവിച്ചത്. ഇപ്പൊ നിങ്ങളിങ്ങനെ ചാനൽ വന്ന കാരണം ചാനലിൽ വിളിച്ച് വിഷമങ്ങൾ പറയാനുള്ളത് സാധിക്കുള്ളൂ. ഇപ്പൊ ബന്ധപ്പെടാൻ പറ്റിയ കാര്യം തീരുമാനം ഉണ്ടാകും. രാഹുലിന്റെ തീരുമാനം ഉണ്ടാക്കണമെങ്കിൽ രാഹുൽ ഗാന്ധിനെ ഇവരെ അറിയിക്കുക, ഇത് സത്യം എന്താണെന്ന് തെളിയിക്കുക. അത് മാത്രമേ ഉള്ളൂ. ഇവന്മാരെ പുറത്താക്കുകയും ചെയ്തു. അപ്പോൾ കോൺഗ്രസ് രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും വഴി ITV വഴി സാധിക്കുകയും ചെയ്യുക. അതേ മാത്രമേ ഉള്ളൂ. ഞാൻ കോൺഗ്രസ്സുകാരനാണ്. അതുകൊണ്ട് പറഞ്ഞ ഞാൻ കാസർഗോഡ് കുഞ്ഞമ്മദ് സാർ.
നമ്മളെ സാപ്പി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും അമർത്താൻ വേണ്ടി എടുക്കുന്ന പരിപാടി തോന്നിയത് ഇപ്പോഴത്തെ. ഇതിന്റെ പിന്നില് കോൺഗ്രസ്സുകാർ തന്നെ, VD സതീശനും രമേശ് ചെന്നിത്തലയും എല്ലാവർക്കും ഇത് ബോധ്യപ്പെടുന്നു. കുറച്ചുപേരേ ഉള്ളൂ ഇത് മനസ്സിലാക്കാതെ. ഇവന്മാര് പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്ന പോലെ ഇതൊന്നും ആരും അറിയുന്നില്ല. ആദ്യം പഠിച്ച ഗണി എന്ന് പറഞ്ഞാല് സുധാകരനെ 12 സ്ഥാനം മാറ്റാൻ വേണ്ടിയിട്ട് എടുത്ത പരിപാടിയാണ് ഇവർ ആദ്യം ഈ നടപടിക്ക്. അതോടുകൂടി സാഫി പറമ്പിലിനെയും പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെയും താത്താൻ വേണ്ടി ഈ നേതാക്കന്മാർ തന്നെ എടുക്കുന്ന പണി ഇപ്പൊ ഇവര് ചെയ്തിട്ടുള്ളത്. അത് പ്രതിപക്ഷത്തിൽ നിന്ന് ഇങ്ങനെ അവരെ നടപടി അവരോട് കറക്റ്റായിട്ട് എടുക്കുന്നത്. ഇവരാണ് ഈ നമ്മളെ രാഹുൽ മാങ്കൂട്ടത്തിനെയും സാപ്പിനെയും താഴ്ത്താൻ വേണ്ടിയിട്ട് ഉത്സാഹിക്കുന്നത്. VD സതീശന്റെ കൂടെ ഇപ്പോ ചെന്നിത്തലയും കൂടെ നിന്ന് അഭിനയിക്കുന്നുണ്ട്. ഏതായാലും VD സതീശനെ അമർത്താൻ പറ്റൂല എന്ന് ചെന്നിത്തല മനസ്സിലാക്കി. അതുകൊണ്ട് VD സതീശന് സപ്പോർട്ടുമായിട്ടാണ് ഇപ്പോൾ ചെന്നിത്തല നടക്കുന്നത്. 9-ാം തീയതി രാഹുലിനെതിരെ മറ്റേ പിണറായി വിജയന്റെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചില്ല. ആ ദിവസം പിണറായി വിജയന്റെ മരുമകൻ എവിടെയായിരുന്നു? ആ ദിവസം പിണറായി വിജയന്റെ മരുമകൻ മക്കാബു ദ്വീപിലാണ്. അവിടെ എന്തെടുത്തായിരുന്നു? അവിടെ ടൂറിസത്തിന്റെ അവാർഡ് മേടിക്കാൻ പോയി. അവിടെ പോയി അവാർഡ് മേടിക്കുന്നതായിട്ട് ഈ വിജയന്റെ പ്രസ്ഥാനത്തിന്റെ തൊട്ട് താഴെ തന്നെ മാതൃഭൂമി ന്യൂസിൽ ഉണ്ടായിരുന്നു. അവിടെ മക്കാബുവിൽ എന്ത് പോയതാണ് ഇവൻ? അതിനെക്കുറിച്ച് ഒരു അന്വേഷണമില്ല. ഒരു തെളിവും ഇല്ലാത്ത കാര്യത്തിന് വേണ്ടി ഓടി നടന്ന് തെളിവെടുക്കാൻ നടത്തുക. സുനിലെ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ കള്ളക്കൂട്ടർ ഇറക്കി വിടാൻ എന്ത് വഴിയുണ്ടാവും? സതീശൻ മോശമാ, രമേശ് മോശം, എല്ലാവരും മോശമാണ്. എങ്ങനെ ഇവരെ ഇറക്കി വിട്ട് അടുത്ത 5 വർഷമെങ്കിലും മറ്റൊരു പാർട്ടിയെ ഭരണം ഏൽപ്പിക്കും? അതിനുള്ള പോംവഴി കണ്ടുപിടിക്കുക. ഈ പിണറായി എന്ന് പറഞ്ഞാൽ കോടാനകോടി ഉണ്ടാക്കി ചരിതയ്ക്ക് കൊടുത്ത പോലെ ഇവൻ മറ്റുള്ളവരെ കൊണ്ട് കൊടുക്കുക. ചന്ദ്രശേഖരനെ 52 വെട്ടി കൊന്നില്ലേ? അതുപോലെ ഈ പിണറായി ഒന്നും ചെയ്യുകയല്ല, അവൻ കാശ് കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതാണ്. അത് മനസ്സിലാക്കാനുള്ള കഴിവ് കേരളത്തിലെ ജനങ്ങൾക്ക്, വിഡ്ഢികളായ മനുഷ്യർക്ക് ഒരു ബോധവുമില്ല. അവർക്കറിയാം മാർക്സിസ്റ്റിൻ്റെ കൂടെ കൂടി നിന്നാൽ അവർക്ക് ഏതെങ്കിലും ഗവൺമെൻറ് ജോലി, ഡോക്ടറേറ്റ് കിട്ടും, ഗവൺമെൻറ് ജോലി കിട്ടുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവരുടെ കൂടി നിൽക്കുന്നത്. കേരളം മുടിഞ്ഞാലും വേണ്ടതില്ല, അവിടുന്ന് എല്ലാം പാരായണം ചെയ്താലും കുഴപ്പമില്ല. അവർക്ക് അവരവരുടെ കുമ്പ പൂർപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിണറായി എല്ലാവരോടും 10 പൈസ വാങ്ങിച്ചിട്ടുണ്ടോ? തെളിവ് കാണിക്കാവോ? ഒരു കേസ് കാണിക്കാവോ അവൻ നേരിട്ട് വാങ്ങിച്ചായിട്ട്? എല്ലാം അവൻ്റെ മോൻ്റെ അടുത്ത് കൊടുക്കുക. ദുബൈയിൽ NRIയിൽ അവിടെ കൊടുക്കും. അതെല്ലാം അവൻ്റെ മോൻ്റെ പേരിൽ NRI ആക്കി അവന് അവിടെ 4-3-7 രൂപ ശമ്പളമായിരിക്കും കിട്ടുന്നത്. അത് കോടാനകോടിയായിരിക്കും NRIയിൽ ഇടുന്നത്. മനസ്സിലായോ? ഇതാണ് പരിപാടി. രാഹുലിനെ സാറേ എന്തുകൊണ്ടാണ് ടാർഗറ്റ് ചെയ്തത് എന്ന് സാറ് ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിനകത്ത് പ്രഥമ ദൃഷ്ടിയ നമ്മൾ VD സതീശനെ പ്രതിയാക്കിക്കൊണ്ടാണ് നമ്മളെല്ലാ മാധ്യമങ്ങളും സംസാരിക്കുന്നത്. പക്ഷെങ്കിൽ VD സതീശൻ മുഖേന പാലക്കാട് നിൽക്കുന്ന MLA രാഹുൽ മാങ്കൂട്ടത്തെ എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്തു? മറ്റ് ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കന്മാരുണ്ടായിരുന്നല്ലോ, അവരെ ആരെയും ടാർഗറ്റ് ചെയ്തില്ലല്ലോ. ഇത് സാറേ CPM BJPയുമായിട്ടുള്ള ഒരു ബാന്ധവത്തിൻ്റെ ഇരയാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടം. അതായത് സാറേ, ഇനി നടക്കാൻ പോകുന്ന 2 തെരഞ്ഞെടുപ്പുകളുണ്ട്. ഈ 2 തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ നിന്നും ഒരു അറ്റ്ലീസ്റ്റ് ഒരു MLA എങ്കിലും കേന്ദ്രത്തിലേക്ക് കൊടുത്തേ പറ്റുള്ളൂ. അതിന് ഈ നടക്കാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ BJP കൂടുതൽ പ്രാതിനിധ്യം ഓരോ ജില്ലയിലും ഉണ്ടാക്കിയെടുക്കണം. BJPയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വിജയസാധ്യതകളുള്ള 3-4 ജില്ലകളുണ്ട്. 1 മഞ്ചേശ്വരം, 2 പാലക്കാട്, 3 നേമം, ആറ്റിങ്ങൽ. ഈ 4 സ്ഥലങ്ങളിലാണ് BJPയെ സംബന്ധിച്ച് അല്പമെങ്കിലും നേരിയ ഭൂരിപക്ഷമുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ അടുത്ത നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന അധികായനായ പ്രതിപക്ഷത്തെ ഒരു നേതാവ്, നമ്മുടെ CPMനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ്, പ്രതിപക്ഷ MLA ആണ് രാഹുൽ മാങ്കൂട്ടം. അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുക വഴി ഒരു ബ്ലാക്ക് മാർക്ക് സൃഷ്ടിക്കുകയും അവിടെ BJPക്ക് കൂടുതൽ വിജയസാധ്യത ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുകയാണ് ലക്ഷ്യം. അപ്പോൾ
രാഹുൽ എന്തുകൊണ്ട് ഒരു കോൺഗ്രസ്സുകാരനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് CPM എങ്ങനെ അതിനകത്തുനിന്ന് ലാഭം കൊയ്യാം എന്നതിനെപ്പറ്റി പിന്നീട് ഞാൻ പറയാം. അപ്പോൾ എന്തായാലും ഒരു MLA സംബന്ധിച്ച് ഈ വരുന്ന ഒരു 6 മാസം കൊണ്ട് ഒരു വികസന പ്രവർത്തനങ്ങളും ഒരു പക്ഷെങ്കിൽ അവിടെ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. 6 മാസം കൊണ്ടൊക്കെ എന്ത് വികസന പ്രവർത്തനങ്ങൾ നടത്താനാണ്. പക്ഷെങ്കിൽ പൊതുസമ്മതനായിട്ടുള്ള ഒരു MLA ആണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ട. ചെറുപ്പക്കാരൻ, കോളേജ് രാഷ്ട്രീയം മുതൽ വളരെ അധികം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് ഒരു യുവജന നേതാവ് എത്തിയ ഇദ്ദേഹത്തെ മുളയിലെ നുള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ CPM-നോ BJP-ക്കോ ഒന്നും ഒരു എതിരാളി ഇല്ലാതായി വരികയാണ്. ഇത് ഒരു ഹിഡൻ അജണ്ട ആക്കിക്കൊണ്ട് VD സതീശൻ്റെ ഒരു സഹായം ഒരു പക്ഷെങ്കിൽ CPM നേതാവ് പിണറായി വിജയൻ ചോദിച്ചിട്ടുണ്ടാവാം. അതിന് തക്കതായ പ്രതിഫലവും ഓഫർ ചെയ്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചോളൂ. കാര്യം സാർ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ വിജയൻ്റെ സർക്കാർ ഭരിച്ചിരുന്ന സമയത്ത് മുഖ്യമന്ത്രി വിജയൻ്റെ വാഹനത്തിന് വീലുകൾ മാറിയിരുന്നു. 3 മാസം കൂടി ഇരുന്നപ്പോൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ വാഹനത്തിൻ്റെ ടയറുകൾ മാറിയത്. അതൊരു ചെറിയൊരു വിവാദം സൃഷ്ടിച്ച ഒരു വാർത്തയായിരുന്നു. നിയമസഭയിൽ ഉടനെ പ്രതിപക്ഷ നേതാവ് അതിനെ ആരോപണം ഉന്നയിച്ചു. അദ്ദേഹത്തിൻ്റെ വാഹനം വളരെ പഴകിയതാണ്. ഇതുവരെ ഒരു വാഹനം വാങ്ങിത്തരുവാൻ മന്ത്രിസഭയ്ക്ക് ഒരു അപേക്ഷ വെച്ചിട്ട് ഇതുവരെയും അത് ചെയ്തു തന്നിട്ടില്ല. മുഖ്യമന്ത്രിയുടെ വാഹനത്തിൻ്റെ വീല് മാറിക്കൊണ്ടേയിരിക്കുന്നു, ടയറുകൾ മാറിക്കൊടുക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപം അദ്ദേഹം മന്ത്രിസഭയിൽ ഉന്നയിക്കാനിടയായി. ഏകദേശം 2-3 ആഴ്ചക്കകത്ത് തന്നെ VD സതീശന് ഒരു പുതിയ വാഹനം ലഭിക്കുകയും ഇപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ വാഹനം അങ്ങനെ നേടിയെടുത്ത ഒരു സാധനമാണ്. സാറ് ശ്രദ്ധിച്ചിട്ടുണ്ട്, 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മുല്ലപ്പെരിയാർ വിഷയം ഏറ്റവും കൂടുതൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വിഷയമായിരുന്നു. അതോടനുബന്ധിച്ച് മറ്റു പല രാഷ്ട്രീയ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഈ VD സതീശന് ഇങ്ങനെ ഒരു കോംപ്ലിമെൻ്റ് ലഭിച്ചതിന് ശേഷം അദ്ദേഹം ഭരണപക്ഷത്തിന് ആഘാതം സൃഷ്ടിക്കുന്ന ഒരു തരത്തിലും ഒരു വിഷയത്തിലും അദ്ദേഹം ശക്തമായ നിലയിൽ ഒരു തീരുമാനമെടുക്കുകയോ പ്രക്ഷോഭങ്ങൾ സൃഷ്ടിക്കുകയോ പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്നതെന്നുകൊണ്ട് ഒരു പ്രതിപക്ഷത്തിൻ്റെ ചുമതല നിർവഹിക്കാനായിട്ട് തയ്യാറായിട്ടില്ല. ഇനി നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ BJP-ക്ക് കേരളത്തിൽ നിന്ന് ഒരു MP-യെയോ അല്ലെങ്കിൽ കേരളത്തിൽ ഒരു MLA-യോ സൃഷ്ടിക്കാൻ BJP-യേക്കാൾ ഉപരി CPM-നാണ് ഉത്തരവാദിത്വം. അത് നിർവഹിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പിണറായി വിജയൻ്റെ കുടുംബം 100% ജയിലറയ്ക്കുള്ളിലാകുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. നമ്മൾ കാണുന്നുണ്ടല്ലോ, അദ്ദേഹം മുൻ നിശ്ചയമില്ലാതെ തന്നെ, അതായത് പൊതുജനത്തെ അറിയിക്കാതെ ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുന്നു. അവിടെ പോയി പലരെയും കാണുന്നു, അവിചാരിതമായി തിരിച്ചു വരുന്നു. ഇതൊക്കെ എന്തിനു പോയി, എപ്പോൾ പോയി എന്നൊന്നും ഇവിടുത്തെ ഒരു മാധ്യമങ്ങളും അറിയുന്നില്ല. പോയി കഴിയുമ്പോഴാണ് നമ്മൾക്കെയും അറിയുന്നത് മാധ്യമങ്ങളിൽ കൂടി. അപ്പോൾ ഇതിനകത്തെ ഹിഡൻ അജണ്ട എന്ന് പറയുന്നത് BJP-യുമായി വിജയൻ ഒരു അന്തർധാര സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായി കേരളത്തിലെ പൊതുജനങ്ങളെ മൊത്തത്തിൽ CPM-നും കോൺഗ്രസിനും വിരോധികളാക്കിക്കൊണ്ട് BJP-ക്ക് ജയിക്കാനുള്ള സാധ്യതകൾ സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു വലിയ ടാർഗറ്റ് CPM ഇവിടെ നടത്തിക്കൊണ്ടു പോകുന്നുണ്ട്. അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് പിണറായി വിജയൻ തന്നെയാണെന്നാണ് എൻ്റെ ഒരു സംശയം. പാലക്കാട് BJP-യെ ജയിപ്പിക്കാൻ കഴിഞ്ഞാൽ പിണറായി വിജയൻ മുഖാന്തരം VD സതീശൻ എന്ന് പറഞ്ഞ ചെറ്റയ്ക്ക് എന്തെങ്കിലും സാമ്പത്തിക ലാഭമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ അവർക്ക് എസ്റ്റേറ്റുകളോ മറ്റെന്തെങ്കിലും കോംപ്ലിമെൻറ്റുകളിൽ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഉദാഹരണം, ദുബായ് പോലുള്ള സ്ഥലങ്ങളിൽ വലിയ വലിയ മാളുകളോ അങ്ങനെയുള്ള എന്തെങ്കിലും അദ്ദേഹത്തിന് ഓഫറുകൾ ലഭിക്കാനുള്ള സാധ്യതകളും നമ്മൾ ചിന്തിക്കുന്നു. ഇത് അടുത്ത 2-3 വർഷത്തിന് ശേഷം റിഫ്ലക്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ചില വിഷയങ്ങളാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. അതാണ് ഞാൻ സാറിനോട് പ്രതികരിക്കുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി യുവജന പ്രസ്ഥാനത്തിൽ കൂടി വളർന്നു വരികയും കഴിഞ്ഞ ടേമിൽ സാറിനറിയാം ഇവിടുത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതികരിച്ചിരുന്നു. യുവജനങ്ങൾക്കൂടെ പ്രാതിനിധ്യം നൽകത്തക്ക വിധം മുതിർന്ന നേതാക്കൾ ചിന്തിക്കണം എന്നുള്ള ആരോപണം ഇവരെ പോലുള്ള മുതിർന്ന നമ്മുടെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടം അടങ്ങുന്ന യുവജന നേതാക്കൾ അവരോട് ആവശ്യപ്പെട്ടിരുന്നു. അന്ന് മുതലേ മുതിർന്ന നേതാക്കളുടെ ഇടയിലെ ഒരു കണ്ണിലെ കരടാണ് ഷാഫിയും അതുപോലെ രാഹുൽ മാങ്കൂട്ടവും. പക്ഷെങ്കിൽ അവരുടെ കഴിവ് കൊണ്ട് പൊതുജന ശ്രദ്ധ നേടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അവർ ഈ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, പ്രതിപക്ഷത്ത് ഇരിക്കുന്ന ഈ MLA മന്ത്രിസഭയിൽ നിയമസഭ കൂടുമ്പോൾ മുഖ്യമന്ത്രിയോടൊക്കെ ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ നമ്മൾ പ്രധാനമായി ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, വാക്ശരങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ മുൾമുനയിൽ നിർത്തുന്ന നടപടികളാണ്, നിലപാടുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അദ്ദേഹത്തെ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി 100% നിത്യ ബ്രഹ്മചാരിയാണെന്നൊന്നും നമ്മൾ വാദിക്കുന്നില്ല.
അദ്ദേഹത്തിന് ഒരു ഉയർന്ന നിലയിൽ നിൽക്കുമ്പോൾ സൃജനങ്ങളുമായി കൂടുതൽ അടുക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ സംസാരിക്കാനുള്ള കഴിവുള്ള വ്യക്തിയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഇതുപോലെ ആരോപിക്കപ്പെടുന്ന നിലയിലുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ ചെന്നപ്പെട്ടിട്ടുണ്ടാവാം. അതിൽ നമുക്കൊന്നും തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണല്ലോ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിലേക്ക് അടുക്കുന്നതും ശാരീരിക ബന്ധം പുലർത്തുന്നതും ഒക്കെ. അത് അവരുടെ ഇഷ്ടമാണ്, പരസ്പര ധാരണയിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെ ആ വിധത്തിൽ കണ്ടാൽ മതി. പിന്നെ ധാരണ തെറ്റിക്കഴിയുമ്പോഴത്തേക്ക് കേസുമായിട്ട് 3-4 വർഷം കഴിയുമ്പോഴത്തേക്ക് കോടതിയെ സമീപിക്കുന്നതൊന്നും ഒരു നല്ല തന്തയ്ക്ക് ചേർന്ന കാര്യമല്ല. ഇങ്ങനെ പോകുന്നവർക്ക് ഇത്തരം അനുഭവങ്ങൾ തന്നെ ഉണ്ടാകണമെന്നാണ് എൻ്റെ ഭാഷ്യം. അങ്ങനെ കോംപ്ലിമെൻ്റ് ഓഫർ ചെയ്ത് പിണറായി വിജയൻ വി ഡി സതീശൻ്റെ സഹായം അഭ്യർത്ഥിച്ചത് വഴി അദ്ദേഹത്തിൻ്റെ ടാർഗറ്റായ, അതായത് വി ഡി സതീശൻ്റെ ടാർഗറ്റായ രാഹുൽ മാങ്കൂട്ടത്തെ മുളയിലെ നുള്ളിയാൽ മുതിർന്ന നേതാക്കളായ ഇവരുടെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാനായി കഴിയും. ഇനിയും 6 മാസം കൊണ്ട് ഒരു MLA-ക്ക് പാലക്കാട് എന്ന് പറഞ്ഞ ജില്ലയിൽ എന്ത് ചെയ്യാൻ കഴിയും? ഇദ്ദേഹത്തിന് ഈ 6 മാസത്തിനുള്ളിൽ ഇദ്ദേഹത്തെ ഒരു പെനാൽറ്റി കൊടുത്ത് മാറ്റി നിർത്തുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പുകൾ ഇദ്ദേഹത്തെ ഒരു MP ആയിട്ട് ഏതെങ്കിലും സ്ഥലത്ത് അവരോധിച്ചുകൊണ്ട് ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ നിന്നും ഒരു ജാമ്യം നൽകി, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് ജനങ്ങൾ ഇതൊക്കെ അങ്ങ് മറക്കും. അദ്ദേഹത്തെ അടുത്തൊരു MLA-യോ MP-യോ ഒക്കെ ആക്കി ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുവാനും കഴിയും. അപ്പോൾ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റും എന്നുള്ള ഒരു ആശയത്തിൻ്റെ പുറത്ത് ഈ പിണറായി വിജയനും വി ഡി സതീശനും അടങ്ങുന്ന ഒരു കോക്കസ് രാഹുൽ മാങ്കൂട്ടത്തെ പോലെ പാലക്കാട് BJPക്ക് സാധ്യതയുള്ള ദേശത്ത് MLA-യെ മുളയിലെ ഞുള്ളിക്കഴിഞ്ഞാൽ അവിടുന്ന് നമ്മുടെ വി ഡി സതീശന് ആവശ്യമായ സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടാകുന്നു. മറിച്ച് BJPക്ക് അവിടെ ഒരു MLA ലഭിക്കുന്നു, അല്ലെ ഒരു MP ലഭിക്കുന്നു. അപ്പോൾ തന്നെ വിജയൻ കേസിൽ നിന്നും റിലീസാകുന്നു. ഇത്തരം ചില 3 പ്രധാനപ്പെട്ട ലാഭങ്ങളാണ് ഉണ്ടാകുന്നത്. പൊതുജനം നോക്കുമ്പോൾ വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന MLA-ക്കെതിരെ അന്യായമായിട്ട് നിയമ നടപടികൾ സ്വീകരിച്ചു, പ്രാഥമിക അംഗത്വം നഷ്ടപ്പെടുത്തിയത് മാത്രമേ നമ്മൾ മനസ്സിലാക്കുന്നു. അതിൻ്റെ പിന്നിലെ ഒരു ടാർഗറ്റ് ഒരു പക്ഷെങ്കിൽ ഇതാകാം എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഇപ്പോൾ നടന്ന ഈ സംഭവം വെച്ച് നോക്കുമ്പോൾ ഈ വി ഡി സതീശനും ഉസ്മാൻ രമേശും അതുപോലെ വേണുഗോപാലും ഇവർ 3 ഈ കാര്യത്തിൽ പങ്കാളികളാണ്. ഈ വേണുഗോപാലിൻ്റെ മൗനാനുവാദത്തോടു കൂടി, രമേശിൻ്റെ സപ്പോർട്ടോടു കൂടി വി ഡി സതീശൻ എടുത്തിരിക്കുന്ന നിലപാടാണ്. ഇത് പൊതുജനം മനസ്സിലാക്കുന്നുണ്ട്. ഇതുകൊണ്ടൊന്നും ഈ പറയുന്ന യുവ നേതാക്കന്മാരെ കേരളത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയുന്നതല്ല. 2 ആഴ്ചയിലധികമായി ഈ കേസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് അന്വേഷിക്കുന്നു. പോലീസ് അന്വേഷിക്കുന്നതിനേക്കാൾ നേരിട്ട് ക്രൈംബ്രാഞ്ചാണ് ഇപ്പോൾ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു. ഇപ്പോൾ പ്രതിക്ക് വേണ്ടി വാദിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ക്രൈംബ്രാഞ്ച്. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് ഈ കേരളത്തിൽ എന്തെല്ലാം തരത്തിലുള്ള കേസുകളാണ് ഹൈഡായിട്ട് കിടക്കുന്നത്, മറഞ്ഞു കിടക്കുന്ന, ഇതിനൊക്കെ തുമ്പൊക്കെ ഉണ്ടാക്കേണ്ടതും തെളിവുണ്ടാക്കേണ്ടതുമായ ധാരാളം കേസുകൾ കിടക്കുമ്പോഴാണ് അന്യായമായ കേസ് ആരോപിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ അതിനു വേണ്ടിയിട്ട് മോശമായ കാര്യങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് ഉപയോഗിക്കുന്നത്. ഇതൊന്നും ശരിയായ ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നുന്നില്ല. അത് തികച്ചും അപലപനീയമായ ഒരു കാര്യമാണ്. സർക്കാർ ആ വിധത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും പിന്തിരിയണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ വിജയം ഞാണിന്മേൽ കളി മാത്രമായിരിക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.